തുടർച്ചയായ 3 തോൽവിക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇറങ്ങും. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ചെന്നൈയിൻ എഫ്.സിയാണ്. സീസണിൽ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് വിജയം അനിവാര്യമാണ്. പോയിന്റ് പട്ടികയിൽ 8 മത്സരത്തിൽ നിന്നും 10 പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് 10ാം സ്ഥാനത്താണ്. 3 വിജയങ്ങളും 3 സമനിലകളും 2 തോൽവികളുമായി ചെന്നൈയിൻ എഫ്.സി സ്റ്റാൻഡിംഗിൽ 4ാം സ്ഥാനത്തുമാണ്. പരിക്കും പ്രധാന കളിക്കാരുടെ ഫോമില്ലായ്മയുമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. ബംഗളൂരു എഫ്.സിക്കെതിരായ തോൽവിയിൽ നോഹ സദോയിക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ആക്രമണശേഷി നഷ്ടപ്പെട്ടതായി തോന്നിയിരുന്നു. സമീപകാല സീസണുകളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കരുത്തനായ അഡ്രിയാൻ ലൂണ പരിക്കിൽ നിന്നും തിരിച്ചെത്തിയതിനു ശേഷം മികച്ച ഒരു പെർഫോമൻസ് താരത്തിൽ നിന്നും കാണാനും കഴിയുന്നില്ല. ആക്രമണത്തിൽ ജീസസ് ജിമിനസും കോമ പെപ്രയും ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടും അവർക്ക് വേണ്ടത്ര പിന്തുണയും ലഭിക്കുന്നില്ല. ബ്ലാസ്റ്റേഴ്സിന്റെ 1ാം നമ്പർ ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് ഇന്ന് കളത്തിലിറങ്ങാനുള്ള സാധ്യതയുണ്ട്. ചുവപ്പുകാർഡ് വിലക്കിന് ശേഷം കോമ പെപ്രയും ഇന്ന് തിരിച്ചെത്തിയേക്കും. ബ്ലാസ്റ്റേഴ്സിന്റെ ഹെഡ് കോച്ച് മൈക്കൽ സ്റ്റാറെ പറഞ്ഞത് ടീമിന് ചില പ്രതിരോധ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് എന്നാണ്. ബോൾ പൊസിഷൻ മിക്ക മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിലാണെന്നും അവസരങ്ങൾ സൃഷ്ടിക്കുകയും മികച്ച രീതിയിൽ ഞങ്ങൾ കളിക്കുകയും ചെയ്യുന്നു. പക്ഷേ വളരെയധികം ഗോളുകൾ വഴങ്ങി ഈ സീസണിൽ. അത് തന്നെയാണ് തിരിച്ചടിയായത്. അത് പരിഹരിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നും ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ മൈക്കൽ സ്റ്റാറെ പറഞ്ഞു. ഏകദേശം ഒരു മാസം മുമ്പ് മൊഹമ്മദൻസിനെതിരായ വിജയത്തിന് ശേഷം 3 തുടർ തോൽവികളാണ് ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങിയത്. ഇനി ഇതേ അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ മോശം ഫോം ബാംഗ്ലൂരു എഫ്.സി, മുംബൈ സിറ്റി എഫ്.സി, ഹൈദരാബാദ് എഫ്.സി എന്നീ ടീമുകൾക്കെതിരെയാണ് തുടർത്തോൽവികൾ വഴങ്ങിയത്. 10ാം സ്ഥാനത്തുള്ള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ്.സിക്കെതിരെ ഒരു വിജയം തന്നെയാണ് ലക്ഷ്യമിടുന്നത്. ഇന്ന് വിജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ മൈക്കൽ സ്റ്റാറയുടെ അവസ്ഥയും പരിതാപകരമാണ്.